ജയസറാം പുണ്യാത്മാക്കളെ സാദര പ്രണാമം. ഇന്ന് 1201 കർക്കിടകം 17 2026 ഓഗസ്റ്റ് 2-ാം തീയതി ഞായറാഴ്ച. ഇന്ന് 521 വരികളാണ് നാം ചർച്ച ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സ്വയം പ്രഭാഗതി, സ്വയം പ്രഭാസ്തുതി, അംഗദാദികളുടെ സംശയം, സമ്പാദ്യവാക്യം എന്നീ 4 ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനിപ്പിച്ചത് സീതാദേവിയെ അന്വേഷിച്ചുകൊണ്ട് വിന്ധ്യാപർവ്വതത്തിൻ്റെ സമീപത്തു കൂടി കൊടുങ്കാട്ടിലേക്ക് പ്രവേശിക്കുന്ന വാനരന്മാർ അവർ രാവണനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്രകാരം അന്ധകാരാരണ്യമാശുപൂക്കിയിടാൻ അന്തര ദാഹവും വർദ്ധിച്ചതേറ്റവും, കൊടുങ്കാറ്റിലൂടെ വാനരന്മാർ സീതയെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന കൂട്ടത്തിൽ അന്ധകാരമയമായിട്ടുള്ള വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. കടുത്ത ദാഹം കൊണ്ട് തൊണ്ട വരണ്ട് അവർ വിഷമിച്ചു നടക്കുമ്പോൾ ഒരു ഗുഹ അവർ കണ്ടെത്തുകയാണ്. വള്ളിച്ചെടികളും പുല്ലും പടർന്നു പിടിച്ച ആ ഗുഹാമുഖം, അതിൻ്റെ ആ ഗുഹയുടെ അകത്തേക്ക് പ്രവേശിക്കുന്ന ആ ഗുഹാമുഖം വള്ളിച്ചെടികൾ കൊണ്ടൊക്കെ മൂടി മറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പരസ്പരം അവർ അതിനകത്ത് വെള്ളമുണ്ടായിരിക്കുമോ എന്ന് സംശയിച്ച് നിൽക്കുന്ന സമയത്ത് ചില ക്രൗഞ്ച പക്ഷികൾ അതിൻ്റെ ഉള്ളിൽ നിന്ന്, ആ ഗുഹയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പറന്നു പോകുന്നത് അവർ കാണുകയുണ്ടായി. ആ ക്രൗഞ്ച പക്ഷികളുടെ ചിറകിൽ നിന്ന് ജലകണികകൾ ഇറ്റു വീഴുന്നത് കണ്ടിട്ട് മർക്കടന്മാർ അവർ ചിന്തിക്കുകയാണ്, നല്ല ജലം ഇതിലുണ്ടെന്ന് നിർണയം. അതിൻ്റെ അകത്ത് നല്ല ജലമുണ്ട് എന്ന് മനസ്സിലായി. കാരണം ആ പക്ഷികളുടെ ചിറകിൽ നിന്ന് ജലകണികകൾ വീഴുന്നത് അവർ കണ്ടു. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളമുണ്ടെന്ന് അവർ ഉറപ്പുവരുത്തിയിട്ട് ആ ഗുഹയിലേക്ക് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. ഹനുമാൻ സ്വാമി മുമ്പിൽ ഇറങ്ങിയത് കണ്ട് മറ്റുള്ള എല്ലാവരും ഹനുമാൻ സ്വാമിയെ അനുഗമിച്ചു. അല്പം പോലും വെളിച്ചമില്ലാത്ത ആ ഗുഹയിലേക്ക് അവർ തപ്പിത്തടഞ്ഞ് കൈകൾ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുകയാണ്. അല്പദൂരം മുമ്പോട്ട് ചെന്ന സമയത്ത് സ്വർണ്ണമയമായിട്ടുള്ള ഒരു ദിവ്യ സ്ഥലം കാണുവാൻ വേണ്ടി അവർക്ക് സാധിച്ചു. രത്നം പോലെ തിളങ്ങുന്ന വെള്ളമുള്ള കുളങ്ങൾ, അതുപോലെ പഴങ്ങളും പച്ചക്കായകളും കനികളുമൊക്കെ തിങ്ങി നിൽക്കുന്ന മരങ്ങൾ, അമൃത് പോലെ മധുരമായിട്ടുള്ള തേൻ പൊഴിക്കുന്ന പുഷ്പങ്ങൾ തുടങ്ങി സ്വാദിഷ്ടമായിട്ടുള്ള ആഹാര സാധനങ്ങളൊക്കെ തന്നെ അവിടെ ഒരുക്കി വച്ചിരിക്കുന്ന കാഴ്ച, അലങ്കരിച്ച ഭവനങ്ങൾ അവിടെ കാണാൻ സാധിച്ചു. അങ്ങനെ സ്വർഗതുല്യമായിട്ടുള്ള ആ ദിവ്യസ്ഥലത്ത് അവർ എത്തിച്ചേരുകയാണ്. അവിടെ മണിമയമായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ആസനത്തിൽ തേജസ്വിനിയായിട്ടുള്ള ഒരു തപസ്വി ഇരിക്കുന്നത് ഇവർ കാണുന്നു. ജടാവൽക്കലാദികൾ ധരിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആ തപസ്വിനിയെ, തേജസ്വിനിയായിട്ടുള്ള ആ തപസ്വിനിയെ വാനരന്മാർ ഭയഭക്തിയോടുകൂടിയിട്ട് വണങ്ങി നിന്നു. ശകാമൃഗങ്ങളെ കണ്ട് മോദം പൂണ്ട് യോഗിനി താനും അവരോട് ചൊല്ലിനാൾ. ഈ വാനര സഞ്ചയത്തെ കണ്ടിട്ട് യോഗിനി അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാകുന്നതെന്ന് പറയണം, ഇങ്ങ് വന്നിടുവാൻ മൂലവും ചൊല്ലണം, എങ്ങനെ മാർഗം അറിഞ്ഞവാർ എന്നതും എങ്ങനെ പോകുന്നതെന്നും പറയണം. നിങ്ങൾ ആരാണ് എന്നും എങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത് എന്നും എങ്ങനെയാണ് ഇങ്ങോട്ടുള്ള മാർഗം അറിഞ്ഞത് എന്നും നിങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ള വിശദാംശങ്ങളൊക്കെ എന്നോട് പറഞ്ഞാലും എന്ന് പറയുകയാണ്. ആ തപസ്വിനി അങ്ങനെ ചോദിച്ചത് കേട്ടിട്ട് ഹനുമാൻ സ്വാമി വിനയത്തോടു കൂടി പറയുന്നു, അല്ലയോ യോഗിനി, ഞാൻ അസത്യം പറയുന്നവനല്ല, വിശ്വാസത്തോടു കൂടിയിട്ട് ഞാൻ പറയുന്നത് കേട്ടാലും എന്ന് പറഞ്ഞിട്ട് അവരവിടെ വരുവാനുണ്ടായ കാരണത്തെ വിശദീകരിക്കുകയാണ്. അയോധ്യയിൽ ദശരഥൻ്റെ മകനായിട്ടുള്ള രാമൻ തൻ്റെ അനുജനോടും തൻ്റെ പത്നിയോടും ഒരുമിച്ച് വനത്തിലേക്ക് എത്തിച്ചേരുകയും അച്ഛൻ്റെ നിയോഗമനുസരിച്ച് തപസ്സിന് വനത്തിലേക്ക് പ്രവേശിച്ച അവരിൽ നിന്ന് ദുഷ്ടനായ രാവണൻ രാമപത്നിയെ തട്ടിക്കൊണ്ടുപോയി എന്നും, അപ്രകാരം രാമലക്ഷ്മണന്മാർ സീതയെ അന്വേഷിച്ച് വരുന്ന സമയത്ത് ഋഷ്യമോക പർവ്വതത്തിൽ വെച്ച് സുഗ്രീവനെ കണ്ടുവെന്നും, അവർ പരസ്പരം സഖ്യം ചെയ്തിട്ട് രാമൻ ബാലിയെ വധിച്ചുവെന്നും, സുഗ്രീവനെ കിഷ്കിന്ധയുടെ അധിപനായിട്ട് വാഴിച്ചുവെന്നും, പകരം സുഗ്രീവൻ സീതയെ അന്വേഷിച്ചുകൊണ്ട് 4 ദിക്കിങ്കിലേക്കും ലക്ഷക്കണക്കിന് വാനരന്മാരെ നിയോഗിച്ചുവെന്നും,
അക്കൂട്ടത്തിൽ തെക്കേ ദിക്കിലേക്ക് അന്വേഷിക്കാൻ വേണ്ടി വന്നിട്ടുള്ളവരാണ് ഞങ്ങളെന്നും ഞങ്ങൾ 100,000 പേരുണ്ട്, ദാഹം സഹിക്കവയ്യാതെ വെള്ളം അന്വേഷിച്ചിട്ടാണ് ഈ ഗുഹയിൽ എത്തിച്ചേർന്നത് എന്നും ഇവിടെ എത്തിയപ്പോൾ ദൈവവശാൽ ദേവിയെ കാണുവാൻ ഇടയായി എന്നും ഭഗവതി ആരാണ് എന്ന് ഞങ്ങളോട് പറഞ്ഞാലും എന്ന് ഹനുമാൻ സ്വാമി അവിടെ ആ തപസ്വിനിയോട് പറയുകയാണ്. യോഗിനി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കപികളെ, നിങ്ങളൊരു കാര്യം ചെയ്യൂ, കായ്കനികൾ ഭക്ഷിച്ച് വെള്ളവും കുടിച്ച് തൃപ്തരായിട്ട് വരുവിൻ. അതിനുശേഷം ഞാൻ എൻ്റെ ചരിത്രം ആദ്യം മുതൽ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാം എന്ന് പറഞ്ഞിട്ട് വാനരന്മാർക്ക് കായ്കനികളും അതുപോലെ ദാഹജലവും മധുപാനവും എല്ലാം വേണ്ടതൊക്കെ നൽകി തൃപ്തരായ ആ വാനരന്മാർ യോഗിനിയുടെ സമീപത്ത് ചെന്ന് നിന്നപ്പോൾ യോഗിനി പുഞ്ചിരിച്ചുകൊണ്ട് ഹനുമാനെ നോക്കി പറയുകയാണ്, വിശ്വവിമോഹന രൂപിണിയാകിയ വിശ്വകർമാത്മജ ഹേമാമനോഹരി, വിശ്വകർമാവിൻ്റെ മകളായിട്ട് ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ലോകത്തിൽ സുന്ദരിയായിട്ടുള്ള ഹേമ എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. നൃത്തവിശേഷത്തിൽ അവൾ പരമശിവനെ സന്തോഷിപ്പിച്ചതുകൊണ്ട് പരമശിവൻ അവൾക്ക് താമസിക്കുന്നതിന് വേണ്ടിയിട്ട് മനോഹരമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള ഒരു ദേശം നൽകി. ആ ദേശമാണ് ഈ കാണുന്നത്. 10 കോടി ദിവ്യവത്സരകാലം അവൾ ഇവിടെ സുഖമായിട്ട് വസിച്ചു. ഞാൻ അവളുടെ തോഴിയാണ്. എൻ്റെ പേര് സ്വയംപ്രഭ എന്നാണ്. ഞാൻ മോക്ഷം മാത്രം ആഗ്രഹിച്ച് വിഷ്ണുവിനെ ധ്യാനിച്ചുകൊണ്ട് വിഷ്ണുവിൻ്റെ സ്മരണയോടുകൂടി തന്നെ വസിക്കുന്ന ഒരു ഗന്ധർവ പുത്രിയാണ് ഞാൻ. ഹേമയാകട്ടെ ബ്രഹ്മപദം പ്രാപിച്ചു കഴിഞ്ഞു. ബ്രഹ്മപദം പ്രാപിക്കുന്ന സമയത്ത് ഹേമ എന്നോട് പറഞ്ഞത്, അലയോ സ്വയംപ്രഭയെ, നീ ഇവിടെ തന്നെ വസിക്കുക. ജന്തുക്കളുടെ യാതൊരു തരത്തിലുള്ള ഉപദ്രവവും നിനക്ക് ഉണ്ടാവുകയില്ല. ത്രേതായുഗത്തിൽ ഭൂമിയുടെ ഭാരം തീർക്കുന്നതിന് വേണ്ടിയിട്ട് ദശരഥൻ്റെ മകനായിട്ട് നാരായണനായിട്ടുള്ള രാമൻ അവതരിക്കുകയും അപ്രകാരം ഈ വനത്തിലൂടെ ചുറ്റി നടക്കുന്ന സമയത്ത് ദുഷ്ടനായ രാവണൻ രാമപത്നിയെ അപഹരിച്ചു കൊണ്ടുപോവുകയും ദേവിയെ അന്വേഷിച്ചുകൊണ്ട് ഒരു കൂട്ടം വാനരന്മാർ നിന്റെ സമീപത്ത് എത്തിച്ചേരുമെന്നും അവർ ഈ ഗുഹയിൽ എത്തിച്ചേരുമ്പോൾ അവരെ നീ സൽക്കരിക്കണമെന്നും അപ്രകാരം ആ വാനരന്മാരെ സൽക്കരിച്ചതിന് ശേഷം നീ രാമദേവനെ കണ്ട് വന്ദിക്കണമെന്നും ആ സമയത്ത് ശ്രീരാമനെ ഭക്തിപൂർവം നീ സ്തുതിക്കുകയാണ് എങ്കിൽ നിനക്ക് മുക്തിപദം സിദ്ധിക്കുമെന്നും രാമൻ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെയാണ് എന്നും ഹേമ എന്നോട് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചാണ് ഞാനിവിടെ ഇത്രയും കാലം രാമൻ്റെ വരവിന് വേണ്ടിയിട്ട് ധ്യാനിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ ഹേമ സൂചിപ്പിച്ചതുപോലെ ശ്രീരാമൻ നിയോഗിച്ച വാനരന്മാർ ഇപ്പോൾ എൻ്റെ ഗുഹയിലെത്തി ഞാൻ അവരെ സൽക്കരിച്ചു. ഇനി എനിക്ക് ശ്രീരാമനെ കാണുക തന്നെ വേണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ നേർവഴി കാണിച്ചു തരാം, എല്ലാവരും കണ്ണടയ്ക്കുവിൻ എന്ന് സ്വയംപ്രഭ പറഞ്ഞു. സ്വയംപ്രഭയുടെ നിർദ്ദേശപ്രകാരം വാനരന്മാർ കണ്ണടയ്ക്കുകയും അവരെല്ലാവരും പഴയ പോലെ അന്ധകാര വനത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. കുരങ്ങന്മാരെല്ലാവരും മഹാത്ഭുതം മഹാത്ഭുതം ആശ്ചര്യം എന്ന് പറഞ്ഞുകൊണ്ട് സീതാന്വേഷണവുമായി മുന്നോട്ട് പ്രവേശിച്ചു. യോഗിനിയാവട്ടെ ആ ഗുഹാവാസം ഉപേക്ഷിച്ച് ശ്രീരാമൻ്റെ പാദങ്ങൾ നമസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗുഹയ്ക്ക് പുറത്തേക്ക് കടക്കുകയാണ്. ശ്രീരാമനെ കണ്ടിട്ട് യോഗിനിയായ ആ സാക്ഷാൽ തപസ്വിനി സ്വയംപ്രഭ ഭക്തിയോടുകൂടി ശ്രീരാമനെ പ്രദക്ഷിണം വെച്ച് വണങ്ങി ഗദ്ഗദ വർണ്ണത്തോടുകൂടി ഭഗവാനെ സ്തുതിക്കുകയാണ്. ഞാൻ ഒരുപാട് നാളായി ഭഗവാനെ അങ്ങയെ കാണുവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. ഞാൻ അനേകായിരം സംവത്സരം തവ ധ്യാനേനന്ത്യം തപസ്സു ചെയ്തിരുന്നേൻ. അങ്ങയെ ധ്യാനിച്ചുകൊണ്ട് എത്രയോ വർഷങ്ങളായിട്ട് ഞാനിവിടെ തപസ് ചെയ്യുകയാണ്. തദ്രൂപ സന്ദർശനാർത്ഥം തപോബലം അധ്യൈവ ന്യൂനം ഫലിതം രഘുപതേ തുടങ്ങിയിട്ട് എന്താണോ സ്വയംപ്രഭ ഇത്രയും കാലം രാമനെ കാണുവാൻ വേണ്ടിയിട്ട് കാത്തിരുന്നത്, ആ ചരിത്രം മുഴുവൻ ഭഗവാന്റെ സ്തുതികളായിട്ട് ഇവിടെ സ്വയംപ്രഭ സ്തുതിക്കുകയാണ്. ഈ രൂപം പ്രത്യക്ഷത്തിൽ കാണാൻ ഞാൻ വളരെ കാലം തപസ്സു ചെയ്തുവെന്നും ആ തപസ്സെല്ലാം ഇപ്പോൾ എനിക്ക് ഫലമായി തീർന്നുവെന്നും ജ്ഞാനദൃഷ്ടിയില്ലാത്തവർക്ക് അങ്ങയെ തിരിച്ചറിയാൻ സാധിക്കുകയില്ല എന്നും ഭഗവാൻ അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വസ്തുവാണ് എന്നും ജ്ഞാനികൾക്ക് അങ്ങ് മോക്ഷത്തെ നൽകുന്നുവെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ശ്രീരാമനെ സ്വയംപ്രഭ സ്തുതിക്കുന്നു. അവസാനം പറയുകയാണ്, ശ്രീരാമ മോക്ഷേക ദർശനം കേവലം ജന്മമരണ ഭീതാനാമ ദർശനം സന്മാർഗ ദർശനം വേദാന്ത ദർശനം പുത്രകളത്ര മിത്രാർത്ഥ വിഭൂതി കൊണ്ട് എത്രയും ദർപ്പിതരായുള്ള മനുഷ്യർ രാമേതി ജപിക്കയില്ലെന്നുമേ രാമനാമമേ ജപിക്കായി വരേണമേ.
ശ്രീരാമ, അങ്ങ് മോക്ഷേക ദർശനം നൽകുന്നവനാണ്, മോക്ഷത്തെ കാണിച്ചു കൊടുക്കുന്നവനാണ്. ജന്മമരണ ഭീതാനാം അദർശനം. ജന്മമരണ ഭീതിയുള്ളവന് അങ്ങയെ അറിയുവാൻ സാധിക്കുകയില്ല, അങ്ങ് ദർശനം ലഭിക്കുകയില്ല, അങ്ങയുടെ ദർശനം ലഭിക്കുകയില്ല. സന്മാർഗ ദർശനം, വേദാന്ത ദർശനം സന്മാർഗ ദർശനമാണ്, അഥവാ സന്മാർഗികൾക്ക് അങ്ങ് ദർശനത്തെ നൽകുന്നു. അതുപോലെ വിവിധ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനം പറയുന്നു, പുത്രകളത്ര മിത്രാർത്ഥ വിഭൂതി കൊണ്ട് എത്രയും ദർപ്പിതരായുള്ള മനുഷ്യർ, ഭൗതിക ജീവിതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, അത് മാത്രം കാക്ഷിക്കുന്ന ആളുകൾ രാമനാമം ജപിക്കുകയില്ല, രാമരാമേത് ജപിക്കുകയില്ല. രാമനാമം മേ ജപിക്കായി വരയണമേ, എനിക്ക് അങ്ങയുടെ നാമം ജപിക്കാനുള്ള അനുഗ്രഹം ലഭിക്കുമാറാകണം. അങ്ങയുടെ ദർശനം മോക്ഷത്തിനുള്ള മാർഗമാണ്, സന്മാർഗത്തെ തെളിക്കുന്നതാണ്, വേദാന്തത്താൽ തെളിക്കപ്പെടുന്നതാണ്. ജനന മരണ ഭയമുള്ളവർക്ക് ഒരിക്കലും അങ്ങയുടെ ദർശനം ലഭിക്കുകയില്ല. മാത്രവുമല്ല, അങ്ങയുടെ നാമം ജപിക്കുവാനുള്ള അനുഗ്രഹം എനിക്ക് അല്ലയോ ശ്രീരാമ അങ്ങ് നൽകുക വേണമേ എന്ന് ഇവിടെ സ്വയംപ്രഭ രാമൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ്, രാമനെ സ്തുതിക്കുകയാണ്. നിന്തിരുവടി വേദസ്വരൂപനാണ് എന്ന് പറയുന്നു, ഇഷ്ടം പോലെ രൂപം ധരിക്കുന്നവനാണ്, ആദ്യന്തമില്ലാത്തവനാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ശ്രീരാമൻ്റെ വിവിധ ഗുണങ്ങളെ ഇവിടെ സ്വയംപ്രഭ സ്തുതിക്കുന്നു. ജനനവും പ്രവൃത്തിയുമില്ലാത്ത അങ്ങ് ദേവനായും തിര്യക്കായും മനുഷ്യനായും ഓരോ കാലത്ത് ജനിക്കുന്നു എന്ന് പറയുന്നു. എന്നിട്ട് അതിനെ ഇവിടെ സ്വയംപ്രഭ കൂട്ടിച്ചേർക്കുന്നത്, ഇപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് മായയുടെ മാറാട്ടമാണ്, അഥവാ മായയുടെ ആ ഒരു ലീല കൊണ്ടാണ് എന്ന് പറയുന്നു. രാമാവതാരം എടുത്തിരിക്കുന്നത് ഇപ്രകാരം ഓരോ ലീലകൾ ചെയ്യുന്നത് ഭക്തന്മാർക്ക് അങ്ങയുടെ കഥാമൃതം പാനനം ചെയ്യുന്നതിനാണ് എന്ന് ചിലർ പറയുന്നു. ശ്രീരാമൻ്റെ അവതാരം ചില ആളുകൾ പറയുന്നത് ഭക്തന്മാർക്ക് രാമൻ്റെ നാമം ജപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപാധിയാണ് എന്ന് പറയുന്നു. ചിലരാവട്ടെ ദശരഥൻ്റെ തപസ്സിന് വന്ന ഫലമാണ് എന്ന് പറയുന്നു. മറ്റു ചിലരാവട്ടെ കൗസല്യയുടെ അപേക്ഷയനുസരിച്ച് സീതാദേവിയുടെ ഭാഗ്യസിദ്ധിക്കാണെന്ന് പറയുന്നു. മറ്റു ചിലർ പറയുന്നത് ബ്രഹ്മാവ് അപേക്ഷിച്ചത് കാരണം രാക്ഷസന്മാരെ വധിക്കുന്നതിന് ഭൂമിയിൽ അവതരിച്ചതാണ് എന്ന് പറയുന്നു. അങ്ങനെ ദേവകളെ രക്ഷിക്കാനാണെന്ന് പറയുന്നു. ഇങ്ങനെ പലരും അങ്ങയുടെ അവതാരത്തെക്കുറിച്ച് പലതും പറയുന്നുണ്ട്. ഇതിൻ്റെ വാസ്തവം എന്താണ് എന്ന് എനിക്കറിഞ്ഞുകൂടാ, അങ്ങേക്ക് മാത്രമേ അറിയാവൂ. അങ്ങയുടെ കഥകൾ ഇങ്ങനെയുള്ള ഏത് കഥകളാവട്ടെ, അങ്ങയുടെ കഥകൾ ആരാണോ ഭക്തിപൂർവം നിത്യവും ചൊല്ലുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത്, അവൻ സംസാര സാഗരത്തെ കടന്ന് അങ്ങയുടെ സാരൂപ്യം തന്നെ വന്നു ചേരും, അങ്ങയുടെ പാദത്തിൽ തന്നെ വന്ന് ലയിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങയുടെ ഈ തിരുരൂപം ശ്യാമവർണ്ണത്തോടു കൂടിയിട്ട് ചാപബാണങ്ങളെ ധരിച്ച് ലക്ഷ്മണ സേവിതനായിട്ട് സീതാസമേതനായിട്ടൊക്കെയുള്ള അങ്ങയുടെ ഈ രൂപം എപ്പോഴും ഞാൻ നമസ്കരിക്കുന്നു. എൻ്റെ മനസ്സിൽ എപ്പോഴും അങ്ങ് നിറഞ്ഞു നിൽക്കണമേ എന്ന് സ്വയംപ്രഭ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ശ്രീരാമൻ തിരിച്ചു മറുപടി പറയുന്നു, സന്തുഷ്ടനായേനഹം തവ ഭക്തി കൊണ്ട് എന്തോന്നു മാനസേ കാംക്ഷിതം ചൊല്ലുനീ. ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു അല്ലയോ സ്വയംപ്രഭേ, എന്താണ് നിനക്ക് ആഗ്രഹമെന്ന് പറഞ്ഞാലും. സ്വയംപ്രഭ പറയുന്നു, എത്ര കുത്രാവി വസിക്കലും ത്വൽപാദഭക്തി കിളക്കമുണ്ടാകാതിരിക്കണം. എവിടെവിടങ്ങളിലാണ് ഞാൻ വസിക്കുന്നത് എങ്കിലും എനിക്ക് അങ്ങയോടുള്ള ഭക്തിയിൽ നിന്ന് യാതൊരു മോചനവും ഉണ്ടാവരുത്. എനിക്ക് എപ്പോഴും അങ്ങയോടുള്ള ഭക്തി നിലനിർത്തുവാൻ സാധിക്കണം. ത്വൽപാദഭക്തവൃത്യേഷു സംഘം പുനരുൾപ്പോവിൽ എപ്പോഴും ഉണ്ടാകുകയും വേണം. അങ്ങയുടെ പാദഭക്തന്മാരായിട്ടുള്ളവരുടെ ഭൃത്യന്മാരായിട്ടെങ്കിലും ഉള്ള സംഘം, അവരോടുള്ള അടുപ്പം എനിക്ക് എല്ലാ കാലത്തും ഉണ്ടാവണം. പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമം ഏകത സംഭവിച്ചിടായിക മാനസേ. പ്രാകൃതന്മാരായിട്ടുള്ള അഥവാ അങ്ങയോട് ഭക്തിയില്ലാത്ത ആളുകളോടുള്ള സംഗമം എനിക്കുണ്ടാവാൻ പാടില്ല. രാമേത് ജപിക്കായി വരയണമേ, രാമപാതയെ രമിക്കണമെൻ മാനസം. രാമ എന്നുള്ള നാമം സദാസമയവും എനിക്ക് ജപിക്കാൻ സാധിക്കണം. അങ്ങയുടെ ആ പാദങ്ങളിൽ എപ്പോഴും എനിക്ക് രമിക്കാൻ സാധിക്കണം. സീതാ സുമിത്രാത്മജാന്യുതം രാഘവം പീതവസ്ത്രം ചാപബാണാസനധരം ചാരുമകുട കടകടി സൂത്ര ഹാരമകര മണിമയ കുണ്ടല നൂപുര ഹേമാങ്കദാദി വിഭൂഷണ ശോഭിത രൂപം. അങ്ങയുടെ ഈ തിരുരൂപം ഈ സർവ്വ ആഭരണങ്ങളും ധരിച്ചുകൊണ്ട്, ലക്ഷ്മണനാൽ സേവിക്കപ്പെട്ട് ശരജാപങ്ങൾ ധരിച്ചുകൊണ്ട്, ആഭരണങ്ങളെല്ലാം ധരിച്ചുകൊണ്ടുള്ള അങ്ങയുടെ ഈ രൂപം എപ്പോഴും എൻ്റെ മനസ്സിൽ വസിക്കണമെന്നുള്ള അനുഗ്രഹം മാത്രമേ അല്ലയോ രാമ എനിക്ക് വേണ്ടതുള്ളൂ എന്ന് ഇവിടെ സ്വയംപ്രഭ ശ്രീരാമനോട് അപേക്ഷിക്കുന്നു. ഒരു കാര്യം കൂടി പറയുന്നു, പറ്റായ ദുസ്സംഗമുള്ളിലൊരിക്കലും സജ്ജനങ്ങളല്ലാത്ത ആളുകളോട്, ദുർജനങ്ങളോടുള്ള സംഗമം ഒരിക്കലും എനിക്ക് ഉണ്ടാവരുത് എന്നുള്ള അപേക്ഷ കൂടി ഇവിടെ സ്വയംപ്രഭ രാമൻ്റെ മുമ്പിൽ വയ്ക്കുന്നു. ശ്രീരാമൻ അത് കേട്ടിട്ട് സ്വയംപ്രഭയോട് പറയുന്നു, ഏവം ഭവിക്ക നിനക്കു മഹാഭാഗേ, നീ ആഗ്രഹിച്ചതുപോലെയൊക്കെ നിനക്ക് ലഭിക്കട്ടെ. ദേവി, നീ പോക ബദരിയാശ്രമസ്ഥലേ, നീ ഒരു കാര്യം ചെയ്യൂ, ബദരിയാശ്രമത്തിലേക്ക് പ്രവേശിക്കൂ.
തത്രൈവ നിത്യം എന്നെ ധ്യാനവും ചെയ്ത് മുക്ത്വാ കളയപരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കിൽ പരമാത്മനി കേവലെ തീരും ജനന മരണ ദുഃഖങ്ങളും. നീ ബദരി ആശ്രമത്തിൽ എത്തിച്ചേർന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് എന്നെ സ്ഥിരമായിട്ട് ധ്യാനിക്കൂ. അപ്രകാരം ധ്യാനിച്ച് പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഈ ദേഹത്തെ ഒഴിവാക്കിയിട്ട് എന്നിലേക്ക് നീ ലയിച്ചാലും എന്ന് ശ്രീരാമൻ സ്വയംപ്രഭയ്ക്ക് അനുഗ്രഹം കൊടുക്കുന്നു. അപ്രകാരം രഘുത്തമന്റെ രാമന്റെ വാക്കുകൾ കേട്ട് സ്വയംപ്രഭ ബദരിയാശ്രമത്തിലേക്ക് പ്രവേശിച്ച് ശ്രീരാമനെ ധ്യാനിച്ച് അപ്രകാരം കാലം കഴിഞ്ഞ് ശ്രീരാമന്റെ പദം, നാരായണന്റെ പദം, മഹാവിഷ്ണുവിന്റെ പദത്തിലേക്ക് ഇവിടെ സ്വയംപ്രഭ ലയിച്ചു എന്ന് പറയുന്നു. അതിനുശേഷം നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത് അംഗദാദികളുടെ, ശ്രീരാമന്റെ ആജ്ഞയനുസരിച്ച് സീതാദേവിയെ അന്വേഷിച്ച് പുറപ്പെട്ട ആ വാനര സൈന്യത്തിന്റെ സമീപത്തേക്കാണ്. വാനന്മാർ കാടുകളിൽ ചുറ്റി നടന്ന് സീതാദേവി അന്വേഷിക്കുന്ന കാഴ്ചയാണ് നമ്മൾ നേരത്തെ കണ്ടത്. അപ്രകാരം അന്വേഷിച്ച് എങ്ങും കണ്ടുകിട്ടാതെ ദുഃഖിച്ച് എത്ര ദിവസം കഴിഞ്ഞു എന്ന് യാതൊരു അറിവുമില്ല. കാരണം ഒരുപാട് കാലമായി അതിനിടയിൽ ഗുഹയിലകപ്പെട്ടു. അതുകൊണ്ട് ദിവസങ്ങൾ എത്ര കടന്നുപോയെന്നറിയില്ല. അതുകൊണ്ട് അംഗദൻ മറ്റുള്ളവരെ നോക്കിയിട്ട് പറയുകയാണ്, പാതാളമുൾപ്പുക്കുഴന്നു നടന്നു നാം ഏതുമറിഞ്ഞില്ല വാസരം പോയതും. നമ്മൾ ആ പാതാളത്തിൽ, ആ ഗുഹയ്ക്കകത്ത് പോയിട്ട് എത്ര ദിവസം കഴിഞ്ഞാണ് തിരിച്ചു വന്നത് എന്ന് യാതൊരു ഉറപ്പുമില്ല. എത്ര ദിവസം കഴിഞ്ഞു എന്നറിയില്ല. അതുകൊണ്ട് മാസം അതീതമായി വന്നിതു നിർണയം ഭൂസുതയെ കണ്ട് അറിഞ്ഞതുമില്ല നാം. ഏതാണ്ട് ഒരു മാസത്തോളമായി എന്ന് തോന്നുന്നു നമ്മൾ പുറപ്പെട്ടിട്ട്. ഇതുവരെ നമുക്ക് ഭൂസുതയെ, സീതാദേവിയെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. രാജനിയോഗം അനുഷ്ഠിയാതെ വൃഥ രാജധാനിക്കു നാം ചെല്ലുകിൽ എന്നുമേ നിഗ്രഹിച്ചിടും അതിനില്ല സംശയം. രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് നമ്മൾ കൃത്യസമയത്ത് തിരിച്ച് അവിടെ എത്തിയിട്ടില്ല എങ്കിൽ സുഗ്രീവൻ നമ്മളെ നിഗ്രഹിക്കും. സുഗ്രീവന്റെ ആജ്ഞ വെറുതെ ആവുകയില്ല. മാത്രമല്ല ശത്രുവിൻ്റെ പുത്രനാണ് ഞാൻ എന്നുള്ളത് കൊണ്ട്, സുഗ്രീവന്റെ ശത്രുവായ ബാലിയുടെ മകനാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് സുഗ്രീവൻ എന്നോട് യാതൊരു തരത്തിലുള്ള സ്നേഹവും ഉണ്ടാവുകയില്ല. മാത്രമല്ല എന്നെ സംരക്ഷിച്ചത് രാമദേവനാണ്. ഇപ്പോൾ നമ്മൾ രാമദേവന്റെ കാര്യത്തിന് ഇറങ്ങിയിട്ട് അതും പൂർത്തീകരിക്കുവാനോ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാനോ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് രാമനും എന്നെ സഹായിക്കുമെന്ന് തോന്നുന്നില്ല. ആ സ്ഥിതിക്ക് ഞാൻ തിരിച്ച് അങ്ങോട്ടില്ല. ഇവിടെ തന്നെ വല്ല വിധത്തിലും ജീവത്യാഗം ചെയ്യുകയാണ് നല്ലത്. അല്ലയോ വാനന്മാരെ, നിങ്ങൾ പോയിക്കൊണ്ടാലും എന്ന് പറഞ്ഞുകൊണ്ട് അംഗദൻ ദുഃഖത്തോടുകൂടി കരയുന്ന കാഴ്ച അത് കണ്ട് മറ്റുള്ളവരെല്ലാവരും തുല്യ ദുഃഖിതരായിട്ട് കണ്ണുനീർ തുടച്ചുകൊണ്ട് സ്നേഹപൂർവ്വം പറയുകയാണ്, പ്രഭോ, വെറുതെ അങ്ങിങ്ങനെ ദുഃഖിക്കരുത്. രക്ഷാമാർഗം ഞങ്ങൾ പറഞ്ഞു തരാം. ഇന്ന് നമ്മൾ കണ്ട ആ ഗുഹയിൽ കടന്ന് വളരെ കാലം നിർഭയരായിട്ട് നമുക്ക് അവിടെ താമസിക്കാം. അവിടെ അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അവിടെ എല്ലാവിധത്തിലുള്ള സുഖങ്ങളും അഥവാ ഭക്ഷണങ്ങളും ഭോജ്യങ്ങളും ജലപാനങ്ങളും എല്ലാം അവിടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ പോയിട്ട് കാലം കഴിക്കാമെന്ന് കൂടെയുള്ളവർ പറയുന്നു. ആരും നമ്മളെ കണ്ടുപിടിക്കുകയില്ല. ദേവലോകത്തിന് സമമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ആ ഗുഹയിലുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് മറ്റുള്ള വാനരന്മാർ അംഗദനോട് പറയുമ്പോൾ ആ വാക്കുകളെല്ലാം കേട്ടിട്ട് ഹനുമാൻ സ്വാമി, നയകോപിതനായ ഹനുമാൻ സ്വാമി അംഗദനെ തലോടിക്കൊണ്ട് പറയുന്നു, എന്തൊരു ദുർവിചാരമാണ് അങ്ങീ ചെയ്യുന്നത്. മൂഢമായുള്ള ചിന്തകൾക്ക് അങ്ങ് ഇടം കൊടുക്കരുത്. ശ്രീരാമന് അങ്ങയെക്കുറിച്ച് പ്രത്യേക വാത്സല്യമുണ്ട് എന്ന് എനിക്കറിയാം. ശ്രീരാമൻ ഏറ്റവും പ്രിയൻ ഭവാൻ എന്നുടെ താരാസുതൻ എന്ന് തൻ മാനസേ സദാ പാരം വളർന്നൊരു വാത്സല്യമുണ്ട്. എൻ്റെ താരാസുതൻ എന്ന രീതിയിൽ സ്വന്തം കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ ശ്രീരാമൻ അല്ലയോ അങ്ങയെ സംരക്ഷിക്കാറുണ്ട്. അത് ഞാനല്ലാതെ ആരും മനസ്സിലാക്കിയിട്ടുമില്ല. ലക്ഷ്മണനോടുള്ളതിനേക്കാൾ സ്നേഹം അങ്ങയെക്കുറിച്ച് ശ്രീരാമനുണ്ട്. അങ്ങയുടെ സാമർഥ്യത്തെക്കുറിച്ച് ശ്രീരാമൻ നന്നായിട്ട് അറിയാം. ആ സ്നേഹത്തിന് ഇതുവരെയും യാതൊരു തലത്തിലും ഇളക്കം സംഭവിച്ചിട്ടില്ല. അത് സംഭവിക്കുകയുമില്ല. അല്ലയോ, സ്വർണത്തിന് എപ്പോഴെങ്കിലും നിറവ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അതിനാൽ ഭഗവാനിൽ നിന്ന് അങ്ങേക്ക് യാതൊരു വിധത്തിലുള്ള ഭയത്തിനും അവകാശമില്ല. സുഗ്രീവനാകട്ടെ പരമസാത്വികനാണ്. അദ്ദേഹത്തിനും ആരോടും വിരോധമില്ല എന്ന് അങ്ങ് മനസ്സിലാക്കിയാലും. ഇത്രയും പറഞ്ഞിട്ട് ഹനുമാൻ സ്വാമി പറയുകയാണ്, ഇവിടെ ഈ വാനരന്മാർ പറഞ്ഞുവല്ലോ നമുക്ക് ആ ഗുഹയിൽ ഒളിക്കാമെന്ന് പറഞ്ഞുവല്ലോ. ഹാനിവരായി വാൻ ഗുഹയിൽ വസിക്കെന്ന് വാനരൗഘം പറഞ്ഞില്ലയോ ചൊല്ലു നീ. രാഗവാസ്ത്രത്തിന് അഭേദ്യമായ ഒന്നുമേ ലോകത്രയത്തിങ്കലില്ലെന്നറിയ നീ. ആ ഗുഹയിൽ പോയി താമസിച്ചാൽ രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ആരാണ് അങ്ങയോട് പറയുന്നത്? അങ്ങേക്ക് ആ ഒരു മൂഢമാനസനായിട്ട് അതിനെ എടുക്കല്ലേ. ശ്രീരാമൻ്റെ അസ്ത്രത്തിൽ നിന്ന് ഒളിയുവാൻ വേണ്ടിയിട്ട്, ആ അസ്ത്രത്തെ മറികടക്കുവാൻ വേണ്ടിയിട്ട്, അതിൽ നിന്നും ഒളിഞ്ഞു നിൽക്കുവാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് ലോകത്തിലും ആർക്കും സാധ്യമല്ല എന്ന് അങ്ങേക്ക് അറിയാവുന്നതല്ലേ.
അല്പമതികൾ പറഞ്ഞ് ബോധിപ്പിച്ച് ദുർബോധമുണ്ടായി ചമയരുത്. വിവരമില്ലാത്തവർ പറയുന്നത് കേട്ടിട്ട് അങ്ങിപ്രകാരം ചിന്തിക്കരുത്. ആപത്തു വന്നെടുത്തിയിടുന്ന കാലത്ത് ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം. നമുക്ക് ഏതെങ്കിലും ദുഃഖം വരുന്ന സമയത്ത്, ഏതെങ്കിലും അപകടം വരുന്ന സമയത്ത് സജ്ജനങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ വിലക്കെടുക്കാൻ സാധ്യതയില്ല. ദുർജനത്തെക്കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോട് വിപരീത ഭാവവും ദേവ ദ്വിജ കുല ധർമ്മവിദ്വേഷവും പൂർവ്വബന്ധുക്കളിൽ വാച്ചൊരു വൈരവും വർദ്ധിച്ച് വംശനാശത്തിന് കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേ. ഇവിടെ വലിയൊരു തത്വോപദേശമാണ് ആഞ്ജനേയസ്വാമി അംഗദനോട് പറയുന്നത്. ദുരുപദേശങ്ങൾക്ക് അങ്ങ് വശംവദനാകരുത് എന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, നമ്മുടെ ആപത്ത് വരുന്ന സമയത്ത്, നമ്മുടെ ആപത്ത് കാലത്ത് സജ്ജനങ്ങളുടെ വാക്കുകൾ, നല്ല ആളുകൾ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് വിശ്വാസമെടുക്കാൻ തോന്നുകയില്ല. മാത്രമല്ല ദുർജനങ്ങളെ നമ്മൾ വിശ്വസിക്കും, അവർ പറയുന്നതൊക്കെ നമ്മൾ അനുസരിക്കും. സജ്ജനങ്ങളെ നമ്മൾ വെറുക്കാൻ സാധ്യതയുണ്ട്. ദേവന്മാരെയും ബ്രാഹ്മണന്മാരെയും ധർമ്മത്തെയും ഒക്കെ നമ്മൾ ദ്വേഷിക്കും, അതിനെയൊക്കെ കുറ്റം പറയും. പൂർവ്വബന്ധുക്കളെയൊക്കെ നമ്മൾ ശത്രുക്കളായിട്ട് കരുതും. ഇത് വർദ്ധിച്ച് നമ്മുടെ വംശനാശത്തിന് തന്നെ അത് കാരണമായി തീരുകയും ചെയ്യും. ഇത് വലിയൊരു സന്ദേശമാണ് നമുക്കുള്ളത്. കാരണം നമുക്ക് ആപത്ത് കാലം, അതായത് നമുക്ക് സമയം നല്ലതല്ലെങ്കിൽ, സാധാരണഗതിയിൽ പറയാറുണ്ട് വിനാശകാലേ വിപരീത ബുദ്ധി എന്ന്. അപ്പോൾ നമുക്ക് അനുകൂലമല്ലാത്ത സമയത്ത് സജ്ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ പോലും തോന്നുകയില്ല. ദുർജനങ്ങളോട് നമ്മൾ കൂടുതൽ അടുക്കും. അവർ പറയുന്നത് ആണ് ശരിയെന്ന് ചിന്തിക്കും. മാത്രവുമല്ല മുൻകാലങ്ങളിൽ നമ്മുടെ ബന്ധുക്കളായിരുന്ന ആളുകളെയൊക്കെ നമ്മൾ ശത്രുക്കളാക്കും. അങ്ങനെ അത് വർദ്ധിച്ചാണ് നമ്മുടെ വംശം പോലും മുടിഞ്ഞു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തുക എന്ന് അല്ലയോ അംഗദ അങ്ങ് അറിഞ്ഞാലും എന്ന് ഹനുമാൻ സ്വാമി പറയുന്നു. എന്നിട്ട് പറയുകയാണ്, ഏറ്റവും രഹസ്യമായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. ശ്രീരാമദേവൻ മനുഷ്യനല്ലോർക്കടോ, ശ്രീരാമദേവൻ മനുഷ്യനല്ല എന്ന് നീ മനസ്സിലാക്കിയാലും സാക്ഷാൽ നാരായണനായ ഭഗവാനാണ്, മഹാവിഷ്ണുവാണ് രാമൻ എന്നറിഞ്ഞാലും, മായാ ഭഗവതിയാണ് ശ്രീരാമൻ്റെ പത്നിയായിരിക്കുന്ന സീതാദേവി. ശ്രീരാമൻ്റെ കൂടെയുള്ള ലക്ഷ്മണനാകട്ടെ അത് പണീശ്വരനാണ്, അഥവാ അനന്തനാണ്. അപ്രകാരം അവർ 3 പേരും രാവണവധത്തിന് വേണ്ടിയിട്ട് പുറപ്പെട്ടിട്ടുള്ളതാണ്. അവർ രാവണവധത്തിന് വേണ്ടിയിട്ട് ഈ ഭൂമിയുടെ ഭാരം തീർക്കുന്നതിന് വേണ്ടിയിട്ട് സാക്ഷാൽ ബ്രഹ്മദേവൻ ഉൾപ്പെടെയുള്ള ആളുകൾ അപേക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവതരിച്ചിട്ടുള്ളവരാണ്. ശ്രീകണ്ഠ സേവ്യൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ, അങ്ങനെയുള്ള ആ മഹാവിഷ്ണു ഈ ലോകത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവതരിച്ചപ്പോൾ ഭൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ ഭർത്തൃനിയോഗേന വാനരവേഷമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നതും പണ്ടു നാം ഏറ്റം തപസ്സു ചെയ്ത് ഈശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ. അങ്ങനെയുള്ള ആ രാമനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഭൃത്യന്മാരായിട്ട്, ഭഗവാന്റെ ഭൃത്യന്മാരായിട്ട് അവതരിച്ച ദേവന്മാരുടെ അംശങ്ങൾ തന്നെയാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ ഭഗവാനെ സേവിക്കുന്നതിന് വേണ്ടിയിട്ട്, ശ്രീരാമനെ സേവിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടെ നിൽക്കുകയാണ് വേണ്ടത്. ഇപ്പോഴും അദ്ദേഹത്തെ സേവിച്ചു പ്രസാദിപ്പിച്ചാൽ വൈകാതെ നമുക്ക് വൈകുണ്ഠപഥം ലഭിക്കും. അതിന് ഈ അവസരത്തെ ഉപയോഗിക്കണം, അതാണ് വേണ്ടത് എന്ന് അംഗദനോട് ഹനുമാൻ സ്വാമി പറയുന്നു. ഹനുമാൻ സ്വാമിയുടെ വാക്കുകൾ അംഗദനെ സമാധാനപ്പെടുത്തി. അതിനുശേഷം അവർ വീണ്ടും വിന്ധ്യപർവ്വതത്തിൽ കടന്ന് സിദ്ധാന്വേഷണം തുടങ്ങി. സീതയെ കാണാതെ തെക്കേ സമുദ്രതീരത്തുള്ള മഹേന്ദ്ര പർവ്വതത്തിലെത്തി. അതിന് തെക്കുഭാഗത്തേക്ക് ഇറങ്ങാനോ കടക്കുവാനോ സാധിക്കാത്ത രീതിയിൽ മഹാസമുദ്രം അലയടിച്ചുകൊണ്ടിരിക്കുന്നു. തിരമാലകൾ അതിലേക്ക്, ആ തീരത്തേക്ക് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് സകല ആശകളും അസ്തമിച്ചു. കാരണം ഇതിനപ്പുറത്തേക്ക് പോകാൻ മാർഗമില്ല. ഈ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന തിരമാലകളെ വേദിച്ചുകൊണ്ട് സമുദ്രത്തിൻ്റെ മറുകരയിലേക്ക് പോകാൻ സാധ്യമല്ല. തങ്ങളുടെ അന്വേഷണം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുവാൻ വേണ്ടി ആയോ എന്ന് ചിന്തിച്ച് ഇനി മുന്നോട്ട് ജീവിക്കാനുള്ള മാർഗമില്ല എന്തെല്ലാം ചിന്തിച്ചുകൊണ്ട് സർവ്വവിധ ആഗ്രഹങ്ങളും ആശകളും ഒക്കെ അവസാനിച്ച അവസ്ഥയിൽ ചിന്താമഗ്നരായിട്ട് അവർ പറയുകയാണ്, കഷ്ടം, ഇനി മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല. ഈ ഗുഹയിൽ പ്രവേശിച്ചിരുന്നത് കാരണം, നേരത്തെ സ്വയംപ്രഭയുടെ ആ ഗുഹയിൽ പോയിരുന്നത് കൊണ്ട് അവർ ഒരുപാട് സമയം നഷ്ടപ്പെട്ടു എന്നാണ് മനസ്സിലുള്ള ചിന്ത. ഗുഹയിൽ പ്രവേശിച്ചിരുന്നത് കാരണം മാസം കടന്നുപോയത് അറിഞ്ഞിട്ടില്ല. സീതയെയോ രാവണനെയോ കണ്ടെത്തുവാനും സാധിച്ചില്ല. സുഗ്രീവനാവട്ടെ പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാണ്. ഒരു പക്ഷം കഴിഞ്ഞ് അവിടെ എത്തിയില്ലെങ്കിൽ, ഒരു മാസത്തിനുള്ളിൽ അവിടെ എത്തിയില്ലെങ്കിൽ, ആ പറഞ്ഞ കാലാവധിക്കുള്ളിൽ അവിടെ എത്തിച്ചേർന്നിട്ടില്ല എങ്കിൽ വധിക്കുമെന്ന് പറഞ്ഞാൽ അത് വധിക്കുക തന്നെ ചെയ്യും. അവൻ്റെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ നല്ലത്
ഉപവാസം അനുഷ്ഠിച്ച് ജീവത്യാഗം ചെയ്യുന്നതാണ് എന്നവർ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നു. അപ്രകാരം ചിന്തിച്ചുകൊണ്ട് ആ സമുദ്രതീരത്ത് ദർഭ വിരിച്ച് കിടക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രാചലേന്ദ്ര ഗുഹാന്തരാൽ ഗൃദ്ധം പുറത്ത് പതുക്കെ പുറപ്പെട്ടു വൃദ്ധനായുള്ളൊരു ഗൃദ്ധപ്രവരനും. വാനരന്മാർ ആ സമുദ്രതീരത്ത് അങ്ങനെ കിടന്നപ്പോൾ മഹേന്ദ്ര പർവ്വതത്തിലെ ഗുഹയിൽ നിന്ന് ഒരു വലിയ മല പോലെ വലിപ്പമുള്ള വൃദ്ധനായിട്ടുള്ള ഒരു കഴുകൻ പതുക്കെ ആ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അവിടെ പരക്കെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ലക്ഷക്കണക്കിന് കുരങ്ങന്മാരെ കണ്ട് ആ പക്ഷി സന്തോഷിച്ചു. സന്തോഷത്തോടുകൂടി ആ പക്ഷി പറയുകയാണ്, ചിറകില്ലാത്തതിനാൽ ഭക്ഷണം തേടാൻ നിവൃത്തിയില്ലാത്ത എനിക്ക് ഭഗവാൻ തന്നെ, ഈശ്വരൻ തന്നെ ധാരാളം ഭക്ഷണം ഇവിടെ കൊണ്ടു തന്നിരിക്കുന്നു. അതെൻ്റെ ഭാഗ്യം തന്നെ. ഓരോന്നോരോന്ന് ഏതാണോ ആദ്യം മരിക്കുന്നത് അതിനെ ആദ്യം ഭക്ഷിക്കാം. എൻ്റെ മരണസമയം വരെ ഭക്ഷിക്കാനുള്ള ആഹാരം ഇവിടെ എനിക്ക് എത്തിച്ചേർന്നുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിക്കുകയാണ്. ഇത് കേട്ട വാനരന്മാർ പരസ്പരം നോക്കി, അയ്യോ കഷ്ടം, ഈ വലിയ കഴുകൻ നമ്മയെല്ലാം കൊന്നു തിന്നുമല്ലോ എന്ന് അവർ പരസ്പരം ദുഃഖിച്ചുകൊണ്ട് പറയുന്നു. അവർ പരസ്പരം സംസാരിക്കുകയാണ്. ആർക്കും ഒരു ഉപകാരവുമില്ലാതെ നമ്മൾ മരിക്കാൻ പോകുന്നു. ദൈവ കൽപ്പിതം ഇങ്ങനെയാണല്ലോ. ദൈവം ഇപ്രകാരം നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ അത് മാറ്റുവാൻ ആർക്കും സാധ്യമല്ലല്ലോ. രാജാവായ സുഗ്രീവന്റെ ആഗ്രഹവും ശ്രീരാമന്റെ കാര്യവും നടത്തുവാൻ സാധിക്കാതെ ഈ പക്ഷിയുടെ ആഹാരമായിട്ട് ഈ പക്ഷിയുടെ വായിലകപ്പെട്ട് മരിക്കേണ്ടുന്ന ഒരു ഗതികേട്, ഒരു കർമ്മദോഷം ഞങ്ങൾക്ക് വന്നുവല്ലോ. ഞങ്ങളൊക്കെ മഹാപാപികളാണ്. അതല്ലായിരുന്നുവെങ്കിൽ പരിശുദ്ധനും ധർമ്മനിഷ്ഠനുമായിട്ടുള്ള ജടായുവിന് ലഭിച്ച ഭാഗ്യം പോലും ഒന്ന് ഓർത്തു നോക്കൂ. ആ ജടായു ഭാഗ്യവാനാണ്, പരമ സുഹൃതിയാണ്. രാമന് വേണ്ടി യുദ്ധം ചെയ്ത് മരിച്ച അവൻ രാമപാദങ്ങളിലാണ് വിലയം പ്രാപിച്ചത്. ഒരു പക്ഷിയായ ജടായുവിന് പരിശുദ്ധ ധർമാനുഷ്ഠാനം കൊണ്ട് മോക്ഷം ലഭിച്ചു, ഭഗവാന്റെ അനുഗ്രഹം തന്നെ. പക്ഷേ ഞങ്ങളുടെ അവസ്ഥ, ശ്രീരാമന്റെ കാര്യം നടത്തുവാനോ സുഗ്രീവന്റെ കൽപ്പന നിറവേറ്റുവാനോ സാധിക്കാതെ ഈ പക്ഷിയുടെ ആഹാരമായിട്ട് തീരുവാനാണല്ലോ ഞങ്ങളുടെ വിധി ദൈവമേ എന്ന് പരസ്പരം അവർ പറയുകയാണ്. കർണപീയൂഷ സമാനമാം വാക്കുകൾ ചൊന്നതാരിന്ന് ജടായുവെന്നിങ്ങനെ ആ പക്ഷി, ആ ഗുഹയുടെ പുറത്തേക്ക് വന്ന പക്ഷി, ആ കഴുകൻ ഈ വാനരന്മാരുടെ സംഭാഷണം കേട്ടുകൊണ്ട് അതിയായ സന്തോഷത്തോടുകൂടി പറയുന്നു, എൻ്റെ ചെവിക്ക് അമൃതമായിട്ടുള്ള വാക്കുകൾ, ജടായു എന്നുള്ള ആ വാക്ക് ആരാണിവിടെ പറഞ്ഞത്? നിങ്ങൾ ആരെന്തു പറയുന്നത് അന്യോന്യം ഇങ്ങു വരുവിൻ ഭയപ്പെടായതുമേ. നിങ്ങൾ ആരാണെങ്കിലും, ഈ ജടായു എന്ന വാക്ക് പറഞ്ഞത് ആരാണെങ്കിലും ഭയം കൂടാതെ എൻ്റെ അടുത്തേക്ക് വന്നാലും എന്ന് സന്തോഷത്തോടു കൂടിയിട്ട് ആ കഴുകൻ പറയുകയാണ്. അത് കേട്ടിട്ട്, ആ ശബ്ദം കേട്ടിട്ട്, ആ ചോദ്യം കേട്ടിട്ട് വാനരശ്രേഷ്ഠനായ അംഗദൻ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് സമ്പാദിയോട്, ആ പക്ഷിയോട് പറയുകയാണ്, അല്ലയോ പക്ഷീന്ദ്ര, സൂര്യവംശത്തിൽ വന്ന് അവതരിച്ചിരിക്കുന്ന മഹാവിഷ്ണുവായ ശ്രീരാമൻ തൻ്റെ പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ച് ഭാര്യയോടും സഹോദരനോടും ചേർന്ന് വനവാസത്തിന് പുറപ്പെടുകയും വനത്തിലേക്ക് തപസ്സിന് വരികയും ചെയ്തു. ആ തപസ്സിന് വന്ന സമയത്ത് അതിക്രൂരനായ രാവണൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അപഹരിച്ചു കൊണ്ടുപോയി. ഭാര്യയെ അന്വേഷിച്ച് നടക്കുന്ന രാമലക്ഷ്മണന്മാർ സുഗ്രീവനെ കണ്ടുമുട്ടുകയും സുഗ്രീവരുമായിട്ട് സഖ്യം ചെയ്യുകയും സുഗ്രീവ സഖ്യത്തിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ രാമൻ്റെ പത്നിയെ അന്വേഷിച്ച് നടക്കുകയുമാണ് ചെയ്യുന്നത്. രാവണൻ സീതയെ അഥവാ രാമൻ്റെ പത്നിയെ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത്, അപഹരിക്കുന്ന സമയത്ത് അതിനെ തടുത്തു നിർത്തിയ ആളാണ് ജടായു. രാവണനോട് എതിരിട്ടുകൊണ്ട് സീതയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ജടായു പരിശ്രമിച്ചു. രാവണനാകട്ടെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചന്ദ്രഹാസം കൊണ്ട് ജടായുവിൻ്റെ ചിറകുകൾ അരിഞ്ഞ് വീഴ്ത്തി. തൻ്റെ ഭർത്താവിനെ കണ്ട് വൃത്താന്തമെല്ലാം അറിയിച്ചതിന് ശേഷം മാത്രമേ ജീവൻ പോകൂ എന്ന് രാമപത്നിയുടെ അനുഗ്രഹം കൊണ്ട് ജടായു രാമനോട് വൃത്താന്തമെല്ലാം അറിയിക്കുകയും ചെയ്തു. തൻ്റെ പത്നിയുടെ വൃത്താന്തം അറിയിച്ച ആ ജടായുവിനെ ശ്രീരാമൻ ചേർത്ത് പിടിച്ചുകൊണ്ട് ജടായുവിൻ്റെ ജീവനെ മോക്ഷത്തിലേക്ക് എത്തിക്കുകയും ജടായുവിന് മോക്ഷം ലഭിക്കുകയും ജടായുവിന് വേണ്ടിയിട്ടുള്ള ഉദകക്രിയാദികളൊക്കെ ശ്രീരാമൻ തന്നെ നടത്തുകയും
ഒക്കെ ചെയ്തു. അപ്രകാരം ജടായു രാമസായുജ്യം പ്രാപിച്ചു. സുഗ്രീവ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് രാമപത്നിയെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ദിക്കിലേക്കും ലക്ഷം കവിവീരന്മാർ പോയിട്ടുണ്ട്. അപ്രകാരം തെക്കേ ദിക്കിലേക്ക് വന്ന ആളുകളാണ് ഞങ്ങൾ. 30 ദിവസം കഴിഞ്ഞ് സീതാദേവിയെ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ വധിക്കുമെന്നാണ് സുഗ്രീവന്റെ കൽപ്പന. വരുന്ന വഴിയിൽ ഞങ്ങളൊരു ഗുഹയിൽ അകപ്പെട്ടത് കൊണ്ട് എത്ര ദിവസം കഴിഞ്ഞുപോയി എന്നറിയില്ല. തിരിച്ച് സുഗ്രീവന്റെ സന്നിധിയിലേക്ക് എത്തുവാൻ ഭയപ്പെട്ടിട്ട് ഞങ്ങൾ സീതാദേവിയെ കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് ഇനി മടങ്ങിപ്പോകേണ്ടതില്ല എന്ന് ചിന്തിച്ച് ദർഭ വിരിച്ച് മരിക്കുവാൻ വേണ്ടി ഞങ്ങളിവിടെ കിടക്കുകയാണ്. അപ്പോഴാണ് ദൈവനിയോഗത്താൽ താങ്കളെ കണ്ടുമുട്ടിയത്. ഞങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയിച്ചു. അല്ലയോ പക്ഷിശ്രേഷ്ഠ, അവിടുന്ന് ആരാണ് എന്ന് പറഞ്ഞാലും. ഇപ്രകാരം അംഗദന്റെ വാക്കുകൾ കേട്ട സമ്പാദി അംഗദനോട് പറയുന്നു, ഇഷ്ടനാം ഭ്രാതാവ് എനിക്ക് ജടായു, എൻ്റെ ഇഷ്ടപ്പെട്ട എൻ്റെ സഹോദരനാണ് ജടായു. ഞാൻ ഒട്ടുനാളുണ്ട് അവനോട് പിരിഞ്ഞത്. ഞാൻ ഒരുപാട് കാലമായി അവനെ പിരിഞ്ഞിട്ട്. ഇന്ന് അനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സഹോദരൻ വാർത്ത കേട്ടിടിനേൻ. ഇന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അവൻ്റെ വാർത്ത, അവനെക്കുറിച്ചുള്ള വൃത്താന്തം, അവൻ്റെ വാക്കുകൾ ഞാൻ കേൾക്കുന്നത്. എന്നുടെ സഹോദരനായി ഉദകക്രിയയ്ക്ക് എന്നെ എടുത്ത് ജലാന്തികയെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിൻ ഉദകകർമാദികൾ, നിങ്ങൾക്ക് വാക്സഹായം ചെയ്യുവാനാശു ഞാൻ. അതുകൊണ്ട് എൻ്റെ സഹോദരനായ ജടായുവിന് വേണ്ടിയിട്ടുള്ള ഉദകക്രിയകൾ ചെയ്യുന്നതിന് വേണ്ടി എന്നെ നിങ്ങൾ എടുത്തു കൊണ്ടുപോയിട്ട് ആ ജലത്തിൻ്റെ സമീപത്ത്, സമുദ്രത്തിൻ്റെ സമീപത്ത് കൊണ്ടുവയ്ക്കൂ. എനിക്ക് എൻ്റെ സഹോദരന് വേണ്ടിയിട്ടുള്ള ഉദകക്രിയകൾ ചെയ്യണം, അതിനു വേണ്ടിയിട്ടുള്ള സംഭാരങ്ങൾ സംഘടിപ്പിക്കൂ എന്ന് പറയുന്നു. അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വാക്സഹായം നൽകാം. സീതാദേവി എവിടെയുണ്ട് എന്നുള്ളത് ഞാൻ എൻ്റെ വാക്കുകൊണ്ടുള്ള സഹായം നിങ്ങൾക്ക് നൽകാമെന്ന് പറയുന്നു. അത് കേട്ട് വാനരന്മാർ സമ്പാദിയെ എടുത്ത് സമുദ്രതീരത്ത് കൊണ്ടുവയ്ക്കുകയും സമ്പാദി കുളി ചഞ്ചലിയും നൽകി വത്സനാം ഭ്രാതാവിനായി കൊണ്ട് സാദരം, ഭ്രാതാവിന് വേണ്ടിയിട്ടുള്ള പിതൃകർമ്മങ്ങൾ അഥവാ മരണകർമ്മങ്ങൾ, ഉദകക്രിയകളൊക്കെ നിർവഹിച്ചു. പിന്നീട് തിരിച്ച് സ്വസ്ഥാനദേശത്ത് എത്തിച്ചു. ആ സമയത്ത് സമ്പാദി വാനന്മാരോട് പറയുന്നു, തുങ്കമായിടും ത്രികൂടാചലോപരി ലങ്കാപരിയുണ്ട് മധ്യേ സമുദ്രമായി. സമുദ്ര മധ്യത്തിൽ, ഹേ കപികളെ, സമുദ്രമധ്യത്തിൽ ത്രികൂടം എന്നു പേരുള്ള ഒരു വലിയ പർവ്വതത്തിൻ്റെ മുകളിൽ ലങ്ക എന്നൊരു പട്ടണമുണ്ട്. അതാണ് രാവണന്റെ രാജധാനി. അവിടുത്തെ അശോകവനിയിൽ സീതാദേവി ഇരിക്കുകയാണ്. ചുറ്റും കാവലിനായിട്ട് ഒട്ടനവധി രാക്ഷസി സ്ത്രീകളുണ്ട്. ലങ്ക ഇവിടെ നിന്നും 100 യോജന അകലെയാണെങ്കിലും ഞാൻ സൂക്ഷ്മദൃഷ്ടി ആയതുകൊണ്ട് എനിക്ക് ആ വൃത്താന്തമെല്ലാം കണ്ടറിയാൻ സാധിക്കും. നിങ്ങൾക്ക് ആർക്കാണോ ഈ സമുദ്രത്തെ മറികടന്ന് അക്കരെ എത്തുവാൻ സാമർഥ്യമുള്ളത് അവന് സീതയെ കണ്ടെത്തുവാൻ സാധിക്കുക തന്നെ ചെയ്യും. എന്തായാലും എൻ്റെ അനുജനെ കൊന്ന ദുഷ്ടനെ ഏതു വിധത്തിലും കൊല്ലണമെന്നുള്ളത് എൻ്റെ കൂടി ആഗ്രഹമാണ്. എനിക്കാണെങ്കിൽ ചിറകില്ല. നിങ്ങൾ വളരെ പണിപ്പെട്ടിട്ടാണെങ്കിലും കടൽ കടന്നു ചെന്ന് സീതയെ കണ്ട് വിവരം ശ്രീരാമനെ അറിയിച്ചാൽ അദ്ദേഹം രാവണനെ വധിക്കും. ഇതാണ് അതിനുള്ള വഴിയെന്ന് വാഗ്സഹായമായിട്ട് സമ്പാദി വാനര സൈന്യത്തോട് പറയുന്നു. സമ്പാദി ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വാനരന്മാർക്ക് ആവേശം കൂടി. കാരണം സീതാദേവി എവിടെയാണ് എന്നറിയാതെ മരിക്കാൻ തുടങ്ങുന്ന അവരുടെ മുമ്പിലേക്ക് സമ്പാദി കൃത്യമായിട്ടുള്ള ലക്ഷ്യസ്ഥാനം കാണിച്ചു കൊടുക്കുകയാണ്. ത്രികൂടപർവ്വതത്തിൻ്റെ മുകളിൽ ലങ്ക എന്ന പട്ടണത്തിൽ അശോകവനിയിൽ നിരവധി രാക്ഷസ സ്ത്രീകൾ ചുറ്റിനും നിൽക്കുന്ന രീതിയിൽ സീതാദേവി അവിടെ ഇരിക്കുന്നു എന്ന് കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം, ഒരു വിവരണം സമ്പാദി വാനരന്മാർക്ക് കൊടുത്തു. അവർക്ക് ആവേശം കൂടി. 100 യോജന വിസ്താരമുള്ള ആ മഹാസമുദ്രം ചാടിക്കടന്ന് സീതയെ കൊണ്ടുവരാൻ വേണ്ടി, അഥവാ സീതയെ കാണുവാൻ വേണ്ടി എന്താണ് മാർഗം എന്ന് കൂടിയിരുന്ന് ആലോചിക്കുവാൻ വേണ്ടി അവർ തീരുമാനിച്ച് പരസ്പരം ഓരോ അഭിപ്രായങ്ങൾ പറയുവാൻ തുടങ്ങി. ഇത്രയുമാണ് നാം ഇന്ന് ചിന്തിക്കുന്ന പാഠ്യഭാഗം. 521 വരികളിലൂടെ സ്വയംപ്രഭാഗതിയും സ്വയംപ്രഭാസ്തുതിയും അംഗദാദികളുടെ സംശയവും അവസാനം സമ്പാദ്യവാക്യവും ഇത്രയുമാണ് ഇന്ന് ചർച്ച ചെയ്തത്. നമുക്കറിയാം, ഇവിടെ സ്വയംപ്രഭാഗതിയും സ്വയംപ്രഭാസ്തുതിയും ശ്രീരാമകാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയ വാനരന്മാർ ദാഹിച്ച് വലഞ്ഞ സമയത്ത് അല്പം ജലം എവിടെ നിന്ന് കിട്ടുമെന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് ഒരു ഗുഹാമുഖം കാണുന്നത്. ആ ഗുഹാമുഖത്തേക്ക്, അല്ലെങ്കിൽ ആ ഗുഹാമുഖം
വള്ളിച്ചെടികൾ കൊണ്ടും വൃക്ഷലതാദികൾ കൊണ്ടും അതിൻ്റെ ഛായ കൊണ്ടുമൊക്കെ അടഞ്ഞ രീതിയിലാണ് കാണുന്നത്. അതിൽ വെള്ളമുണ്ടാകുമോ എന്ന് സംശയിച്ച് നിൽക്കുന്ന സമയത്താണ് ഗുഹയുടെ ഉള്ളിൽ നിന്ന് ക്രൗഞ്ചപ്പക്ഷികൾ ചിറക് വീശിക്കൊണ്ട് പുറത്തേക്ക് പോകുന്ന കാഴ്ച കണ്ടത്. ആ പക്ഷികളുടെ ചിറകിൽ നിന്നും ഉറ്റുവീഴുന്ന ജലകണികകൾ കണ്ടിട്ട് ആ വാനരന്മാർ തീരുമാനിച്ചു, അവർക്ക് മനസ്സിലായി അതിനകത്ത് ജലമുണ്ട് എന്ന്. ഇവിടെ ഒരു സൂക്ഷ്മ ദർശിത്വത്തിൻ്റെ വലിയൊരു സന്ദേശം നമുക്ക് രാമായണം പങ്കുവയ്ക്കുന്നു. നമ്മളൊരു ഉദ്യമത്തിന് ഇറങ്ങുന്ന സമയത്ത്, ഒരു കാര്യം നടത്താൻ വേണ്ടി പോകുന്ന സമയത്ത് നമുക്ക് വേണ്ട ലക്ഷണങ്ങളൊക്കെ തന്നെ നമ്മുടെ മാർഗമധ്യത്തിൽ ഈശ്വരൻ സങ്കല്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയണമെന്നുള്ള സന്ദേശമാണ് അത് നമുക്ക് നൽകുന്നത്. പോകുന്ന സമയത്ത്, ഒരു ദൗത്യം നിറവേറ്റാൻ വേണ്ടി പോകുന്ന സമയത്ത് എന്തെല്ലാം പ്രയാസങ്ങളുണ്ടെങ്കിലും അതിനൊക്കെയുള്ള മറുപടി, അതിനൊക്കെയുള്ള പ്രതിവിധി ആ പോകുന്ന വഴിയിൽ തന്നെ ഈശ്വരൻ ഒരുക്കിയിട്ടുണ്ട്. അതിനെ കണ്ടെത്തുന്നിടത്താണ് തീർച്ചയായിട്ടും ഒരു ദൗത്യം അതിൻ്റെ വിജയത്തിലേക്ക് എത്തുന്നത്. അത് കണ്ടെത്തുന്നതിനുള്ള മനോഭാവവും ബുദ്ധിയും വർദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ജലം കണ്ടില്ലെങ്കിലും ആ പക്ഷികളുടെ ചിറകിൽ നിന്ന് വീഴുന്ന ജലകണിക കണ്ടിട്ട് അതിൻ്റെ അകത്ത്, ആ ഗുഹയുടെ അകത്ത് ജലമുണ്ട് എന്ന് തിരിച്ചറിയാൻ കാണിച്ച ആ വിവേകം, അതാണ് ഇവിടെ ഒരു നേതാവിന് വേണ്ടത്, ഒരു ദൗത്യം നിറവേറ്റുമ്പോൾ വേണ്ടത്. അത് നമുക്കുണ്ടാകണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ആ പാഠ്യഭാഗത്തിലൂടെ, ആ ഭാഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതിനുശേഷം സ്വയംപ്രഭാ സ്തുതി കഴിഞ്ഞിട്ട് അംഗദാദികൾ സംശയിച്ചു നിൽക്കുമ്പോൾ സ്വന്തം രാജാവിനെയും അഥവാ സ്വന്തം ഇളയച്ചനെയും ഒക്കെ സംശയിച്ചു നിൽക്കുന്ന അംഗദനോട് നയകോപിതനായിട്ടുള്ള ഹനുമാൻ സ്വാമി പറയുന്നു, അങ്ങനെയൊന്നും ചിന്തിക്കരുത്, ശ്രീരാമന് ലക്ഷ്മണനേക്കാൾ നിന്നോട് സ്നേഹമുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട്, കൃത്യമായി പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആഞ്ജനേയൻ ഇവിടെ നടത്തുകയാണ്. അംഗദനോട് രാമൻ അത്രയ്ക്ക് സ്നേഹമുണ്ട് എന്നും സുഗ്രീവൻ മോശക്കാരനല്ല എന്നുമെല്ലാം പറഞ്ഞ് അംഗദന്റെ ആത്മധൈര്യത്തെ വീണ്ടെടുക്കാൻ വേണ്ടി ഹനുമാൻ സ്വാമി ശ്രമിക്കുന്നു. അപ്രകാരം സീതാദേവിയെ അന്വേഷിച്ചുകൊണ്ട് വാനര സൈന്യം സമുദ്രതീരത്ത്, തെക്ക് ഭാഗത്തുള്ള സമുദ്രതീരത്ത് എത്തിച്ചേരുകയും ഇനി മുന്നോട്ട് പോകാനുള്ള മാർഗമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് സമുദ്രതീരത്ത് ദർഭ വിരിച്ച് മരിക്കുവാൻ വേണ്ടി കിടക്കുകയും ചെയ്യുന്നു. ആ സമയത്താണ് ആ ഗുഹയുടെ അകത്തുനിന്ന് സമ്പാദി പുറത്തേക്ക് വരികയും അവിടെ കിടക്കുന്ന അനവധി വാനന്മാരെ കണ്ടുകൊണ്ട് തനിക്കുള്ള ബഹുഭക്ഷണം സിദ്ധിച്ചു എന്ന് ചിന്തിച്ചുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്നത്. ഇത് കേട്ടിട്ട് വാനരന്മാർ സമ്പാദിയെ കണ്ടിട്ട് പറയുകയാണ്, രാമകാര്യം നടപ്പിൽ വരുത്താൻ സാധിക്കാതെ ഞങ്ങൾക്ക് ഈ പക്ഷിയുടെ ആഹാരമാകുവാനാണല്ലോ വിധി. ജടായുവിന് ലഭിച്ച ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ജടായു എന്ന വാക്ക് കേട്ടപ്പോൾ തന്നെ സമ്പാദി അതീവ സന്തോഷവാനായി. സമ്പാദി അവരോട് പറയുന്നു, ഒട്ടുനാളായി ഞാൻ എൻ്റെ സഹോദരന്റെ വൃത്താന്തം കേട്ടിട്ട് ഇപ്പോൾ സഹോദരന്റെ വൃത്താന്തം പറഞ്ഞ നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുകയും സംഭവിച്ച കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം സമ്പാദിയെ ജടായുവിന് വേണ്ടിയിട്ടുള്ള ഉദകക്രിയകൾ ചെയ്തതിന് ശേഷം സമ്പാദി സീതാദേവി എവിടെയുണ്ട് എന്ന് വാനരന്മാരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ത്രികൂടം എന്ന സമുദ്രത്തിന് മധ്യത്തിൽ ത്രികൂടം എന്ന പർവ്വതത്തിന് മുകളിലുള്ള ഒരു നഗരമാണ് ലങ്ക. ആ ലങ്കയിൽ അശോക വനിയുടെ മധ്യത്തിൽ നിരവധി രാക്ഷസ സ്ത്രീകളുടെ സംരക്ഷണത്തിൽ സീതാദേവി ഇരിക്കുന്നു എന്നുള്ള ആ ഒരു നിർദ്ദേശം ഇവിടെ സമ്പാദി വാനരന്മാർക്ക് നൽകുകയാണ്. തങ്ങളുടെ ജീവിതം അവസാനിച്ചു എന്ന് ചിന്തിച്ച് മരിക്കാൻ കിടന്ന സമയത്താണ് സീതാദേവി എവിടെയുണ്ട് എന്നുള്ള വാർത്ത വാനരന്മാർക്ക് ലഭിക്കുന്നത്. 100 യോജന ഈ കടലിൽ ചാടിക്കടന്നാൽ തീർച്ചയായിട്ടും സീതാദേവിയെ കണ്ടെത്താം എന്നും അവർക്ക് മനസ്സിലാവുകയാണ്. നേരത്തെ ജലം ലഭിക്കാതെ ദാഹിച്ച് വലഞ്ഞുന്ന സമയത്ത് ക്രൗഞ്ചപക്ഷികളുടെ ചിറകിൽ നിന്ന് വീണ ജലകണിക കണ്ടിട്ട് ആ ഗുഹയ്ക്കകത്ത് ജലമുണ്ട് എന്ന് മനസ്സിലാവുകയും ഇപ്പോൾ എല്ലാ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നഷ്ടമായി എന്ന് ചിന്തിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ വഴിയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് മരിക്കാൻ തയ്യാറായ സമയത്ത് സീതാദേവി എവിടെയുണ്ട് എന്നുള്ള നിർദ്ദേശവും വാനന്മാർക്ക് ലഭിക്കുകയാണ്. ഇത് രണ്ടും സാധാരണ മനുഷ്യന്മാരായ നമുക്ക് വലിയ സന്ദേശം നൽകുകയാണ്. നാം ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ഈശ്വര സങ്കല്പത്തോടുകൂടി, ഗുരുത്വ സങ്കല്പത്തോടുകൂടി, പരിപൂർണ സമർപ്പണത്തോടു കൂടിയിട്ട് നാം മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അതിൻ്റെ അവസാന നിമിഷം തീർച്ചയായിട്ടും നാം ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ള വലിയൊരു സന്ദേശം ഈ രണ്ട് ഭാഗവും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.
ജലം ദാഹിച്ച സമയത്ത് ജലം വേണമെന്ന് ആഗ്രഹിച്ച സമയത്താണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ജലകണികയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അവിടെ ജലമുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ടായത്. അതേപോലെ തന്നെ ഇനി മറ്റൊരു ആശയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് കിടക്കുന്ന സമയത്ത് അവിടെ വന്ന ഒരു വാക്ക്, ജടായു എന്ന ആ വാക്കിൽ നിന്നാണ് സമ്പാദി ഇവരെ സ്വീകരിക്കാൻ തയ്യാറായത്. അപ്പോൾ വേണ്ടുന്ന സമയത്ത് നമ്മൾ ഉണ്ടാവുക എന്നുള്ള ചിന്ത, വേണ്ടത് വേണ്ട സമയത്ത് തോന്നുക എന്നുള്ള ചിന്ത, അതാണ് ഗുരുത്വം. ആ ഗുരുത്വം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും എല്ലാം ഗുരുവിൽ സമർപ്പിച്ചുകൊണ്ട്, ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഇവിടെ ഈ വാനരന്മാരോട് ആജ്ഞയെ പുറപ്പെടുവിച്ചിട്ടുള്ളത് അവരുടെ സ്വാമിയായ, അവരുടെ രാജാവായ സുഗ്രീവനാണ്. അവർ പോകുന്നത് സാക്ഷാൽ ശ്രീരാമന്റെ കാര്യത്തിനാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും തന്നെ അത് ഒരു ഭാരമായിട്ട് തോന്നിയിട്ടില്ല. അവർ പൂർണ്ണമായിട്ടും രാമകാര്യത്തിന് വേണ്ടിയിട്ട് സുഗ്രീവ ആജ്ഞയാൽ പോകുമ്പോൾ അവരെ ഏൽപ്പിച്ച ദൗത്യമാണ് എന്നുള്ള ബോധത്തോടു കൂടിയിട്ട്, അവരുടെ ധർമ്മമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടിയിട്ട്, ആ ധർമ്മത്തിൽ ഉറച്ച ചിന്തയോട് കൂടിയിട്ടാണ് അവർ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ധർമ്മബോധത്തിൽ ഉറച്ച ശ്രദ്ധയുള്ളത് കൊണ്ട് അവർക്ക് ഗുരുത്വമുണ്ട്. അതാണ് പൂജനീയ സ്വാമി ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങൾ, നമ്മുടെ ഗുരുനാഥൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ധർമ്മബോധം നഷ്ടപ്പെടാത്ത ശ്രദ്ധയാണ് ഗുരുത്വം എന്ന്. ഇവിടെ സീതാദേവിയെ അന്വേഷിക്കുക എന്നുള്ള ധർമ്മബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ ശ്രദ്ധയോട് കൂടിയിട്ട് പോയത് കൊണ്ട് അവർക്ക് ഗുരുത്വമുണ്ട്. ആ ഗുരുത്വമുള്ളത് കൊണ്ടാണ് എവിടെങ്ങളിലാണോ പതറിപ്പോകുന്നത് എന്ന് ചിന്തിക്കുന്നത്, അവിടങ്ങളിൽ ഒരു കൈപിടിക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ ചുറ്റിനും ഈശ്വരൻ ആളുകളെ നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു ചിന്ത നാം വളർത്തിയെടുക്കേണ്ടതുണ്ട്. ധർമ്മബോധത്തിൽ അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ, ധർമ്മബോധം നഷ്ടപ്പെടാത്ത ശ്രദ്ധയോടുകൂടി ജീവിക്കുകയാണ് എങ്കിൽ അത് ഗുരുത്വമായി സംഭവിക്കുകയും ആ ഗുരുത്വം നമ്മെ നേർവഴിക്ക് നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് ജീവിതത്തിൽ എവിടെയെങ്കിലും നമ്മൾ തകർന്നു പോകുമെന്ന് ചിന്തിക്കുന്ന സമയത്ത് അവിടെ ഈശ്വരൻ നമ്മളെ കൈപിടിക്കുവാൻ വേണ്ടി ഒരാൾ നിർത്തിയിട്ടുണ്ടാകും. അതാണ് ഗുരുത്വം എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് സാധിക്കട്ടെ. അതിന് ഗുരുപരമ്പര നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാഠഭാഗത്തെ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കട്ടെ. ജയ് സീതാറാം. മംഗളം കൗസലേന്ദ്രായ മഹനീയ ഗുണാത്മനേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം. ഓം ശ്രീ ഹനുമത്സേവിത സീതാരാമചന്ദ്ര ഭഗവാൻ കീ ജയ.